ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എഴുതപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അത് ബ്ലെൻഡ് ആണ്. എന്തിൻ്റെയൊക്കെ റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അതായത് റിജിഡ് ഇൻ ദ സെൻസ് അത് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യേണ്ടതാണ്, മാത്രമല്ല ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ടൈം ടു ടൈം വേണമെങ്കിൽ അമെൻമെൻറ്റ്സ് വഴി ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദിസ് സിസ്റ്റം, ആ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സാണ്. യൂണിറ്ററി ഫീച്ചേഴ്സും ഫെഡറലും യൂണിറ്ററിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിനെ പറ്റിയാണ് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ജുഡീഷ്യറി അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം ഉണ്ടായിരിക്കണം. അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫർദറായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ടുള്ള പ്രൊവിഷൻ സ്ട്രക്ചറും എങ്ങനെ ഒരു കൺട്രിയുടെ, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയുടെ ഗവർണൻസിന് ഹെൽപ്പ് ചെയ്യുന്നു. ആ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഈ പ്രിയാമ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇങ്ങനെയാണ് പറയുന്നത്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ have solemnly resolved to constitute India into sovereign, socialist, secular, democratic republic and secular to all its citizens. അതായത് ഇന്ത്യയിലുള്ള ഇന്ത്യൻ പീപ്പിൾ എന്തിനാണ് അവരെന്താണ് ട്രൈ ചെയ്യാനുള്ള, ഇന്ത്യയിലെ ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ളൊരു നേഷനായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും സിറ്റിസണിനെ സെക്യൂർ ആയിട്ട് വയ്ക്കാനും. ജസ്റ്റിസ്, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and promote among them all fraternity, assuring the dignity of individual and unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves the Constitution. അതായത് ജസ്റ്റിസ് ഉണ്ടായിരിക്കണം, സോഷ്യലായിട്ടും എക്കോണമിക്കായിട്ടും പൊളിറ്റിക്കലായിട്ടും. പിന്നെ ലിബർട്ടി, എന്തിൻ്റെയൊക്കെ ലിബർട്ടി മീൻസ് ഫ്രീഡം. എന്തിന്? ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ തോട്ട് അല്ലെങ്കിൽ എക്സ്പ്രഷൻ, തോട്ട് ചിന്തിക്കാനും എക്സ്പ്രസ് ചെയ്യാനും, ബിലീഫ് ഇപ്പോൾ റിലീജിയൻ ആയാലും, പിന്നെ ഫെയ്ത്ത്, വർഷിപ്പ്, ഇതെല്ലാം അതിനെല്ലാം ഉള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം. ജസ്റ്റിസ് ഉണ്ടായിരിക്കണം, സോഷ്യൽ, എക്കോണമിക്, പൊളിറ്റിക്കലായിട്ടുള്ള ജസ്റ്റിസ്. ഇക്വാളിറ്റി, എന്തിലൊക്കെ? സ്റ്റാറ്റസ്, അതായത് എല്ലാവരും ഈക്വലായിട്ട് കാണണം. ഓപ്പർച്യൂണിറ്റി, അപ്പോൾ ജെൻഡർ ബേസിസിലല്ലാതെ, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം, ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഫ്രെറ്റേണിറ്റി, അതായത് ഇൻഡിവിജ്വലിൻ്റെ ഡിഗ്നിറ്റി, അന്തസ്സ്, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി, ഇതൊക്കെ എൻഹാൻസ് ചെയ്യണം അല്ലെങ്കിൽ അഷ്വർ ചെയ്യണം. ഇതൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി അഷ്വറൻസ് കൊടുക്കണം. സാഹോദര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇന്ന് November 26, 1949 നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺസ്റ്റിറ്റ്യൂഷനെ അഡോപ്റ്റ് ചെയ്യുന്നു, അത് ഇനാക്ട് ചെയ്യുന്നു, നമുക്ക് വേണ്ടി തന്നെ അത് കൊടുക്കുന്നു. ഈ പ്രിയാമ്പിളിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മേക്കേഴ്സിൻ്റെ മൈൻഡിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കീ മീൻസ് ടു ഓപ്പൺ സംതിങ്. ലോക്ക്ഡ് ആയിട്ടുള്ള എന്തിനെങ്കിലും തുറക്കാനുള്ള സംഭവമാണ് കീ. അതുപോലെ മേക്കേഴ്സിൻ്റെ മൈൻഡിനെ ഓപ്പൺ ചെയ്യാനുള്ളൊരു കീ ആയിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിള് ആക്ട് ചെയ്യും. മാത്രമല്ല, എന്തിനാണോ കോൺസ്റ്റിറ്റ്യൂഷനിൽ പല പ്രൊവിഷൻസ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ജനറൽ പർപ്പസിനെയും അത് മീറ്റ് ചെയ്യുന്നു. പ്രിയാമ്പിൾ എന്തൊക്കെ പേർപ്പസാണ് മീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോഴ്സ് ആൻഡ് ഡിസ്ക്ലോസ് ചെയ്യുന്നു. എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്തത്, ആ ഡേറ്റ് അത് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ പീപ്പിളിനെ അവർ സ്വയം സെക്യൂർ, അതായത് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഫ്രീഡം ഉണ്ട്, അതായത് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, എന്തിനൊക്കെയുള്ള അധികാരങ്ങളുണ്ട്, എന്തൊക്കെ ഫ്രീഡം അവർക്കുണ്ടെന്നും ഈ എന്ത് പറയുന്നു? പ്രിയാമ്പിൾ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ നേച്ചർ പറയുന്നു. ഫെഡറൽ വിത്ത് യൂണിറ്ററി ഫീച്ചേഴ്സ് എന്ന് പറയുന്നില്ലേ, ആണ് ഗവൺമെൻറ്റിൻ്റെ ഫീച്ചറും അല്ലെങ്കിൽ നേച്ചറും പറയുന്നു.
കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ കേസിൽ സുപ്രീം കോർട്ട് പറയുന്നുണ്ട് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗമാണ്. പ്രിയാമ്പിളിന് അത്രയ്ക്കും എക്സ്ട്രീം ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതും വായിക്കേണ്ടതും ഈ പ്രിയാമ്പിളിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആ ഒരു വിഷൻ വെച്ചിട്ടാണ്. അത് എന്തിനെയാണോ മീൻ ചെയ്യുന്നത് അത് വെച്ചിട്ട് വേണം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കാനും അതിനെ മനസ്സിലാക്കാനും. ഇനി പക്ഷേ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിനുള്ളൊരു പവർ സോഴ്സ് അല്ല. അല്ലെങ്കിൽ എന്തുമല്ല, ലെജിസ്ലേച്ചറിൻ്റെ പവേഴ്സിൻ്റെ ഒരു പ്രൊഹിബിഷനും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതായത് ഒരു അധികാരം കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, അത് വെച്ചിട്ട് ഒന്നും പ്രൊഹിബിറ്റ് ചെയ്യുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ കോർട്ട് ഓഫ് ലോയിൽ ഇത് എൻഫോഴ്സിബിൾ അല്ല, എന്ത് പ്രിയാമ്പിൾ എൻഫോഴ്സിബിൾ അല്ല.